അത് ചെറിയൊരു മുക്കുത്തി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അത് അധികമൊന്നും മുടിയില്ല, അത്ര ജസ്റ്റ് ഇങ്ങനെ ഒരു ഈ ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളൂ. ചെറിയ രീതിയിൽ കളർ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നല്ല നല്ല ക്യൂട്ട് കാണുമ്പോൾ നല്ല രസം. നമ്മളെ ചാർലിയിലെ ടെസ്സനെ പോലത്തെ നല്ല രസമായിട്ടുള്ളൊരിത്, നമ്മളൊരു ഡ്രീമിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരാളുണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റ് ആൻഡ് ഡ്രസ്സിങ്ങിൽ. ഞാനിങ്ങനെ ബട്ടൽ ഹൗസിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകും. നമ്മുടെ റൂമിൽ നിന്ന് ബട്ടൽ ഹൗസിലേക്ക്, ഡൽഹിയിൽ ബട്ടൽ ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്താണ് ഇങ്ങനെ കാണുന്നത്. വൈകുന്നേരം ഏകദേശം ഒരു 6:30 മണിയായിട്ടുണ്ട്. കോളേജോ ഓഫീസോ എന്തോ കഴിഞ്ഞ് വരികയാണ് ആൾ. അപ്പോൾ ഞാനിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനാണ് മുന്നിൽ പോണത്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ വരികയാണ്. ജസ്റ്റ് ഇങ്ങനെ ഓട്ടോറിക്ഷ മറ്റേ ദിലീപിൻ്റെ സിനിമ ഉണ്ടല്ലോ, മറ്റേ ഭാവനെ കയറി പോകണം, ഭാവനെ ആക്കി കൊടുക്കുന്ന പോലെ ആ ഒരു സീന്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആക്കി എല്ലാവരും ഇങ്ങനെ ആയി കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആയി കൊടുത്തു. അപ്പോൾ ലഗേജ് എന്തോ കയ്യിലുണ്ട്. അപ്പോൾ ഇന്നൊന്ന് ക്യാൻ യു ഹെൽപ്പ് മീ ചോദിച്ചു. ഞാൻ ലഗേജ് എടുത്താണ് ഇങ്ങനെ ആയി കൊടുത്തു. മെട്രോയിൽ ഇതായി കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇംഗ്ലീഷിലാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംസാരിക്കുന്ന ഇടയിൽ ആൾക്കൊരു ഫോണ് വന്നു. അപ്പോൾ പറ എവിടെയാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി മലയാളിയാണ്. അപ്പോൾ ഞാൻ പിന്നെ മലയാളത്തിൽ സംസാരിക്കാൻ പോയില്ല, ഞാൻ പിന്നെ ഇംഗ്ലീഷിൽ തുടർന്നു. പിന്നെ ഇങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് മെട്രോ കയറി ഇങ്ങനെ പോയി. ഇവിടെ കൽക്കാജി മന്ദിറാണ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോവാണ്. ആ സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ട്രാവലാണ്, അതാണ് പരിപാടിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയോ ഒരു ഫേസ്ബുക്കോ വാട്സപ്പോ ഒന്നും നമ്മൾ ചോദിക്കാണ്ട് ആ രീതിയിൽ നല്ല രസമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ലാസ്റ്റ് ആളുടെ മെട്രോ വന്ന് ആൾ കയറിപ്പോ ഓക്കെ ബയ്യാന്ന് കയറിപ്പോയി. അതിൽ ഞാൻ ഓക്കെ നാട്ടിലെവിടെ എന്നോട് ഞാൻ മലയാളിയാണെന്ന് പിന്നെ മനസ്സിലാവുകയും ചെയ്തു. നാട്ടിലെവിടെ ചോദിച്ചു. പെട്ടെന്ന് എന്ത് ചെയ്തു, ആ മെട്രോട് പോയി. എനിക്ക് ആ വർത്താനം കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഒരു മൊമെൻ്റ് ആയിരുന്നു നല്ല രസമായിട്ടുള്ള. അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നല്ല രസമായിട്ടുള്ള മൊമെൻ്റ് അല്ലേ? അപ്പോൾ മെട്രോ വന്നു, ഞാൻ കയറിപ്പോ ബാക്കി ഇതിൻ്റെ പിന്നെ കഥ പറയണം.